ഹായ് ഗൈസ്, അപ്പം ടോപ്പിക് ഓഫ് ഡിസ്കഷൻ ഈസ് റീനൽ ഫിസിയോളജി. അറിയാം, ഇത് ഫിസിയോളജിയിലെ അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയൊരു ടോപ്പിക്കാണ്. അപ്പോൾ നോക്കാം. ഇതിൻ്റെ കോമ്പിറ്റൻസി എന്ന് പറയുമ്പം അപ്പോൾ നിലവിൽ നമുക്ക് ആവശ്യമുള്ളത് 7.1 മുതൽ 7.4 വരെയാണ്. അതിലിപ്പോൾ കറൻ്റ്ലി ഫോക്കസ് ചെയ്യാൻ പോകുന്നത് 7.1 തന്നെ 7.1 തന്നെ ഫങ്ഷണൽ അനാട്ടമി. ഇത് മാത്രം, ഇതാണ് ഈ പാർട്ടിൽ ഉദ്ദേശിക്കുന്നത്. ചെറിയ വീഡിയോ ആയിരിക്കും, പുതിയതായ അറിവുകൾ വളരെ കുറവായിരിക്കും, ഒട്ടുമിക്ക കാര്യം നമുക്ക് അറിയുന്നതായിരിക്കും. ജസ്റ്റ് ഒന്ന് ബ്രഷപ്പ് ചെയ്തെടുക്കുക എന്നുള്ള മാത്രമേ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. ചെറിയൊരു വീഡിയോ ആയിരിക്കും. ഓക്കെ, ജസ്റ്റ് ഫങ്ഷണൽ അനാട്ടമി ഓഫ് കിഡ്നി മാത്രം. അപ്പം പെരിഫറി ആയിരിക്കും മൊത്തം ഉണ്ടാവുക. നോക്കാം. അപ്പം ഫങ്ഷണൽ അനാട്ടമി ഓഫ് കിഡ്നി വി ഹാവ് ടു പെയർ ഓഫ് കിഡ്നി, ദാറ്റ് ഇസ് 2 കിഡ്നി ആൻഡ് ഇറ്റ് ഈസ് എ റിട്രോ പെരിറ്റോണിയൽ ഓർഗൻ. കിഡ്നി എന്താണ്? ഒരു റിട്രോ പെരിറ്റോണിയം. റിട്രോ എന്ന വാക്കിനർത്ഥം എന്താ? പുറകിൽ. പെരിറ്റോണിയം എന്ന് പറയുമ്പം അബ്ഡോമിനൽ ക്യാവിറ്റി. അപ്പം റിട്രോ പെരിറ്റോണിയൽ, അബ്ഡോമിൻ്റെ ബാക്ക് സൈഡിലായിട്ട്. സോ ഇറ്റ് ഈസ് കോൾഡ് ആസ് വാട്ട്? റിട്രോ പെരിറ്റോണിയൽ ഓർഗൻ. എന്തോർഗനാ? റിട്രോ പെരിറ്റോണിയൽ ഓർഗൻ. ഓക്കെ അല്ലേ? ഇനി നമുക്ക് ചിലപ്പം ഈ പറഞ്ഞ വെർട്ടിബ്രേൻ്റെ ലെവൽ വെച്ചിട്ട് പറയേണ്ടി വരും. എന്തിൻ്റെ? ഈ കിഡ്നീൻ്റെ ലെവൽ എങ്ങനെ പറയാം? ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് ബിറ്റ്വീൻ ലാസ്റ്റ് തൊറാസിക് ആൻഡ് തേർഡ് ലംബാർ. തൊറാസിക് 12 ആണല്ലോ, അപ്പോൾ ലാസ്റ്റ് തൊറാസിക് വരുമ്പോൾ T12, തേർഡ് ലംബാർ മൂന്നാമത്തത്. അപ്പം ഇറ്റ് ഈസ് ദ കിഡ്നി ഈസ് ലൊക്കേറ്റഡ് ഇൻ ബിറ്റ്വീൻ ലാസ്റ്റ് തൊറാസിക് ആൻഡ് തേർഡ് ലംബാർ വെർട്ടിബ്രേ. ഓക്കെ, ഇനി ഡയമെൻഷൻസ് പറയുമ്പം അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, എന്നാലും വെറുതെ കേട്ടിരിക്കാൻ അഥവാ ഓർമ്മ വന്നാലോ. ഇറ്റ് വിൽ ബി 4 to 5 inch ലോങ്. ലെങ്ത്ത് പറയുമ്പം 4 മുതൽ 5 ഇഞ്ച് വരെ നീളവും 2 മുതൽ 3 ഇഞ്ച് വരെ വീതിയും 1 ഇഞ്ച് തിക്നെസ്സും. ഓക്കെ, 4 to 5 inch ലോങ്, 2 to 3 inch വൈഡ് ആൻഡ് 1 inch തിക്ക്. കഴിഞ്ഞു. ഇനി റീനൽ പാരങ്കൈമ എന്ന് പറഞ്ഞ ടേം ഉണ്ട്. എന്താണ് റീനൽ പാരങ്കൈമ എന്ന് പറയുമ്പം റീനൽ പാരങ്കൈമ എന്ന് പറഞ്ഞാൽ എന്താ? കിഡ്നീനെ നമുക്ക് എന്താ ഡിവൈഡ് ചെയ്യാം? കോർട്ടെക്സ് എന്നും മെഡുല്ല. അതായത് കിഡ്നിയുടെ ഇന്നർ പാർട്ടിന് എക്സ്റ്റേണലി ഇറ്റ് ഹാസ് എ ഫൈബറസ് ക്യാപ്സ്യൂൾ. അതിൻ്റെ ഉള്ളിൽ ഫസ്റ്റ് കാണുന്നത് കോർട്ടെക്സ്, പിന്നെ ഏറ്റവും ഡീപ്പിൽ കാണുന്നത് മെഡുല്ല. ഓക്കെ, അപ്പം ഈ കോർട്ടെക്സും മെഡുല്ലും കൂടി ചേർന്നാൽ വിളിക്കുന്ന പേരാണെന്ത്? റീനൽ പാരങ്കൈമ. ഓക്കെ, ഒരു പുതിയ ടേം ആയിരിക്കാം. ഇനി വെയിറ്റ് ഓഫ് ദി കിഡ്നി പറയുമ്പോൾ എന്താ? ഇൻ ടോട്ടൽ 2 കിഡ്നിയും കൂടി വെയിറ്റ് മൊത്തത്തിൽ കൂട്ടിച്ചേർത്ത് എത്ര ഉണ്ടാവും? ഇറ്റ് വിൽ ബി 300 gram. എത്രയാണ്? 300 gram, 300 gram. ദാറ്റ് വിൽ ബി 0.4% ഓഫ് ദി ബോഡി വെയ്റ്റ്. ബോഡി വെയ്റ്റിന് 0.4% ഉണ്ടാവും. എത്ര ഗ്രാമ മൊത്തം? 300 gram. 2 കിഡ്നി കൂടി ചേർത്താൽ ഇറ്റ് വിൽ ബി 300 gram ആൻഡ് ഇറ്റ് വിൽ കറസ്പോണ്ട്സ് ടു 0.4% ഓഫ് ദി ടോട്ടൽ ബോഡി വെയ്റ്റ്. പക്കയല്ലേ? അപ്പം കിഡ്നി ഇറ്റ് ഈസ് എ റിട്രോ പെരിറ്റോണിയൽ ഓർഗൻ. ഡയമെൻഷൻ അത് പറഞ്ഞു. പിന്നെ ഒരു പുതിയ വാക്ക് കിട്ടും, എന്ത്? റീനൽ പാരങ്കൈമ. ഓക്കെ, ഇനി വെയിറ്റ് ഓഫ് ദി കിഡ്നി പറഞ്ഞു 300 gram, 0.4%. ഓൾമോസ്റ്റ് കാര്യങ്ങൾ വെറുതെ കേട്ടിരുന്നാൽ മാത്രം മതിയാവും. ജസ്റ്റ് പെരിഫറി കൂടെ മാത്രമേ പോകുന്നുള്ളൂ. ഓക്കെ, ഇനി കിഡ്നിയുടെ രണ്ടിൻ്റെയും പൊസിഷൻ പറയുമ്പം 2 കിഡ്നി ഒരേ ലെവലിലാണോ? അല്ല, ഒരു കിഡ്നി ഒരല്പം താന്നിട്ടാ. ഏതായിരിക്കും? മറ്റോ പൊന്തിത്തായിരിക്കുമല്ലോ. അപ്പോൾ ആരാ താന്ന് കിടക്കണേ? റൈറ്റ് കിഡ്നി. കാരണം എന്താ? അവൻ്റെ മുകളിൽ ലിവറിൻ്റെ പ്രസൻസ് ഉണ്ട്. അപ്പം ദ റൈറ്റ് കിഡ്നി ഈസ് സംവാട്ട് സിറ്റുവേറ്റഡ് ലോവർ ദാൻ ദാറ്റ് ഓഫ് ലെഫ്റ്റ് കിഡ്നി കുറച്ച് ഉയരത്തിലും റൈറ്റ് കിഡ്നി കുറച്ച് താഴത്തിലും. ഓക്കെ, അത് ഈ പറഞ്ഞ മാതിരി റിബ്സിൻ്റെ പൊസിഷൻ വെച്ച് പറയുകയാണെങ്കിൽ റൈറ്റ് കിഡ്നി വിൽ ബി അബൌട്ട് 12th റിബിൻ്റെ ലെവലിലായിരിക്കും. അപ്പർ ബോർഡർ ഓഫ് 12th റിബ്. ഈ റൈറ്റ് കിഡ്നി എന്ന് പറയുന്നത് 12th റിബിൻ്റെ അപ്പർ ബോർഡർ ഉണ്ടാവും. 12th റിബ് എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് റിബാണല്ലോ. ഈ ലാസ്റ്റ് റിബിൻ്റെ അപ്പർ ബോർഡർ ലെവലായിരിക്കും റൈറ്റ് കിഡ്നി, അതായത് നമ്മൾ താഴ്ന്നെടുക്കുന്ന കിഡ്നി ഉണ്ടാവുക. ഇനി ലെഫ്റ്റ് ആണെങ്കിലോ ഇറ്റ് വിൽ ബി ബിറ്റ്വീൻ 11th and 12th. 11ാമത്തെയും 12ാമത്തെയും റിബ്സിൻ്റെ ആ ഇടയിലുള്ള പൊസിഷനിലായിരിക്കും ഈ പറഞ്ഞ ലെഫ്റ്റ് കിഡ്നീൻ്റെ അപ്പർ ബോർഡർ ഉണ്ടാവും. അപ്പർ ബോർഡർ വെച്ചിട്ടോ പറയണേ. ഇപ്പോൾ റൈറ്റ് കിഡ്നി ഈസ് സംവാട്ട് ലോവർ ദാൻ ദാറ്റ് ഓഫ് ലെഫ്റ്റ് കിഡ്നി. ഓക്കെ, കഴിഞ്ഞു. ഇനി പറയാൻ പോകുന്നത് കിഡ്നിയുടെ ഓരോ പാർട്സിനെയാണ്. പെരിഫറിയിൽ ജസ്റ്റ് റഫായിട്ട് നോക്കുമ്പോൾ ഇതാണ് നമ്മുടെ കിഡ്നി ഉണ്ടാവുക. ഡയഗ്രാം അത്യാവശ്യം ഓക്കെ എന്ന് വിചാരിക്കണം. ഓക്കെ, അപ്പോൾ കിഡ്നിക്ക് എന്തുണ്ട്? ഒരു ക്യാപ്സ്യൂൾ ഉണ്ട്. ഇതാണ് ക്യാപ്സ്യൂൾ. ഒരു ക്യാപ്സ്യൂലാർ ഏരിയ ഉണ്ട്. അതുകൂടാതെ ഫസ്റ്റ് കാണുന്ന ഈ പെരിഫറിയൽ ഏരിയ ആണ് എന്ത്? കോർട്ടെക്സ്. പിന്നെ അതിൻ്റെ കൂടുതലുള്ളതാണ് എന്ത്? മെഡുല്ല. ഓക്കെ, അപ്പം ക്യാപ്സ്യൂള്, കോർട്ടെക്സ് ആൻഡ് മെഡുല്ല. ഇനി അതിൽ ഓരോ ഭാഗങ്ങൾ നോക്കാം. കിഡ്നിക്ക് ഒരു ഓപ്പണിംഗ് ഏരിയ ഉണ്ട്. അതായത് കിഡ്നിയുടെ ഫംഗ്ഷൻ എന്താ? ഫിൽട്രേഷൻ ആണല്ലോ. അപ്പോൾ ഫിൽട്ടർ ചെയ്യാൻ എന്ത് വേണം? ബ്ലഡ് കയറണം, അതുപോലെ ഇറങ്ങണം. ഈ കയറാനും ഇറങ്ങാനും എന്തുണ്ട്? ഒരു ഏരിയ ഉണ്ട്. ആ ഏരിയ ആണ് പറഞ്ഞത് എന്ത്? ആ ഓപ്പണിംഗ് ആയിട്ടുള്ള ഏരിയനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഹൈലം. കണ്ടില്ലേ? അതാണ് ഹൈലം, ഈ ഓപ്പണിംഗ് ഓഫ് ദി കിഡ്നി. അപ്പോൾ ഇതൊരു ഹൈലം, റീനൽ ഹൈലം എന്ന് പറയുമ്പോൾ എന്താ? ഇതൊരു കോൺകേവ് സർഫസ് അല്ലേ ഇത്? അപ്പോൾ ഈ കോൺകേവ് സർഫസിനെ
ഈ കോൺകേവ് സർഫസ് ഓഫ് ദി കിഡ്നിയിലുള്ള ഒരു ഓപ്പണിങ്ങിനെ വിളിക്കുന്ന പേരാണെന്ത്? ഹൈലം. അപ്പം റീനൽ ഹൈലം. ഓക്കെ, ഇനി ഈ റീനൽ ഹൈലത്തിൽ ഏതൊക്കെ സ്ട്രക്ചർ കയറി ഇറങ്ങാം? റീനൽ ഹൈലം ഇറ്റ് ഇസ് എ ഓപ്പണിംഗ് കോൺകേവ് സർഫസ്. ഓപ്പണിംഗ് ഓൺ ദി കോൺകേവ് സർഫസ് ഇറ്റ് കണ്ടെയ്ൻ ഏതൊക്കെ ഉണ്ടാവും? റീനൽ വെയിൻ ഉണ്ടാവും, റീനൽ ആർട്ടറി ഉണ്ടാവും, യൂറീത്തർ ഉണ്ടാവും, നെർവ് ഉണ്ടാവും, ലിംഫാറ്റിക്സ് ഉണ്ടാവും. ഓക്കെ, ബ്ലഡ് വരുന്നുണ്ടാവും, ഇറങ്ങുന്നുണ്ടാവും. ഇനി ബ്ലഡ് ഫിൽട്ടർ ചെയ്ത് ബാക്കി വരുന്ന യൂറിൻ പുറത്ത് പോകുന്നുണ്ടാവും. അതുപോലെ തന്നെ നെർവ് സപ്ലൈ ഉണ്ടാവും, ലിംഫാറ്റിക്സ് ഉണ്ടാവും. ഇതാണ് റീനൽ ഹൈലത്തിലുള്ള ഓപ്പണിംഗ്. പക്കയാണേ, കഴിഞ്ഞു. ഇനി അത്രയും കഴിഞ്ഞു. ഇനി ഉള്ളൊരു ഭാഗമാണ് എന്ത് വരിക? അപ്പം റീനൽ ഹൈലം കഴിഞ്ഞു. ഇനി റീനൽ ഹൈലം കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് മുന്നേ നമുക്ക് ആരെ നോക്കാം? പിരമിഡ്സിനെ നോക്കാം. ഈ കണ്ടില്ല, ഈ ഒരു മഞ്ഞ കളറുള്ള സാധനം, ഇതാണ് റീനൽ പിരമിഡ്. ഇപ്പോൾ കോർട്ടെക്സ് ഉണ്ട്. കോർട്ടെക്സ് കഴിഞ്ഞു കഴിഞ്ഞാലുള്ള ഉള്ളിലെ ഭാഗമാണ് എന്ത്? മെഡുല്ല. മെഡുല്ല ഏരിയയിലുള്ള ഒരു പ്രൊജക്ഷനെ വിളിക്കുന്ന പേരാണെന്ത്? റീനൽ പിരമിഡ്. റീനൽ പിരമിഡ് ഈസ് ദ പ്രൊജക്ഷൻ ഓഫ് മെഡുല്ലറി റീജൻ. അപ്പോൾ ഈ മെഡുല്ലറി റീജൻ്റെ ഉള്ള ആ ഏരിയനെ വിളിക്കുന്ന പേരാണെന്ത്? റീനൽ പിരമിഡ്. റീനൽ പിരമിഡ് എത്ര എണ്ണം വരെ ഉണ്ടാവാം? 8 മുതൽ 18 എണ്ണം വരാം. ഒരു കിഡ്നിയിൽ തന്നെ 8 to 18 റീനൽ പിരമിഡ് ക്യാൻ ബി സീൻ. ഓക്കെ, ഈ റീനൽ പിരമിഡിൽ എന്താ ഉണ്ടാവുക? ഈ റീനൽ പിരമിഡ് നമ്മൾ വെറുതെ ഒരു ക്രോസ് സെക്ഷൻ ഓഫ് കിഡ്നി എടുത്ത് നോക്കുന്ന സമയത്ത് വി ക്യാൻ സീ സോ മെനി സ്ട്രയേഷൻസ്. കുറേ സ്ട്രയേഷൻസ് കാണാൻ പറ്റും. ആരിൽ? ഈ പിരമിഡിൽ. ആ സ്ട്രയേഷൻസ് എന്തിൻ്റെ പ്രസൻസ് കൊണ്ടാണ്? റീനൽ ട്യൂബ്യൂൾസ്. നമ്മൾ നെഫ്രോൺ പഠിക്കും, വരുന്ന വീഡിയോയിൽ പഠിക്കും. ഈ നെഫ്രോൺസിൽ ട്യൂബ്യൂൾസ് ഉണ്ടല്ലോ, റീനൽ ട്യൂബ്യൂൾ, PCD DCT എന്നൊക്കെ പറഞ്ഞിട്ട്. ആ ട്യൂബ്യൂൾസിൻ്റെ പ്രസൻസ് ഉള്ളത് കൊണ്ടാണ് റീനൽ മെഡുല്ലയിൽ, അതായത് റീനൽ പിരമിഡിൽ സ്ട്രയേഷൻസ് കാണുന്നത്. ഓക്കെ, അപ്പോൾ ഇവരെല്ലാവരും ഇപ്പോൾ ഇവിടെയുള്ള ഈ പറഞ്ഞ സോ കോൾഡ് എന്താ പറയുക ട്യൂബ്യൂൾസ് ഓപ്പൺ ചെയ്യുന്ന ഏരിയ ഉണ്ടല്ലോ റീനൽ പിരമിഡിൻ്റെ, ആ ഓപ്പൺ ചെയ്യുന്ന ഏരിയ വിളിക്കുന്ന പേരാണെന്ത്? റീനൽ പാപ്പില്ല. ഇപ്പോൾ റീനൽ പിരമിഡ് ഉണ്ട്. റീനൽ പിരമിഡിൽ കുറേ ട്യൂബ്യൂൾസ് ഉണ്ട്. അവർ ഓപ്പൺ ചെയ്യുന്ന സ്ഥലമാണ് ഏത്? റീനൽ പാപ്പില്ല. ഈ റീനൽ പാപ്പില്ല എങ്ങോട്ടേക്ക് ഓപ്പൺ ചെയ്യുക? റീനൽ പാപ്പില്ല ഓപ്പൺസ് ഇൻ ടു കപ്പ് ലൈക്ക് മൈനർ കാലിക്സ്. ഫസ്റ്റ് എങ്ങോട്ടേക്കാണ് പോവുക? മൈനർ കാലിക്സ്. പിന്നെ എങ്ങോട്ടേക്കാണ് പോവുക? മേജർ കാലിക്സ്. പിന്നെ എങ്ങോട്ടാണ് പോവുക? റീനൽ പെൽവിസ്. അപ്പോൾ ഞാൻ നേരത്തെ പറയാൻ വന്ന ആളായിരുന്നു ആര്? റീനൽ പെൽവിസ്. അതായത് ഹൈലം കഴിഞ്ഞു കഴിഞ്ഞാൽ, ഈ ഓപ്പണിംഗ് കഴിഞ്ഞു കഴിഞ്ഞാലുള്ള ആ വൈഡ് ഏരിയ വിളിക്കുന്ന പേരാണെന്ത്? റീനൽ പെൽവിസ്. ഓക്കെ, അപ്പോൾ റഫ്ലി പറയുമ്പം റീനൽ പാപ്പിലെ റീനൽ പിരമിഡ് വരുന്നു. റീനൽ പിരമിഡിൽ നിന്ന് റീനൽ പാപ്പില വരുന്നു. കപ്പ് ലൈക്ക് മൈനർ കാലിക്സ്, മേജർ കാലിക്സ്, റീനൽ പെൽവിസ്. പിന്നെ അങ്ങോട്ടേക്കാ യൂറീത്തർ വഴി യൂറിൻ അങ്ങോട്ട് പോവും, പുറത്തേക്ക് പോവും. ഓക്കെ, ഇത്ര ഓക്കെ അല്ലേ? അപ്പം ഇനി യൂറിൻ ഉണ്ടായെന്ന് വിചാരിച്ചോ, അതായത് നമ്മളെ ബ്ലഡ് വന്ന് ഫിൽട്ടർ ചെയ്ത് കഴിഞ്ഞ് പോയി. ഇനി ആ ഫിൽട്രേറ്റ്, അതായത് ബ്ലഡ് വരുന്നു, നെഫ്രോൺസ് വഴി ഫിൽട്രേറ്റ് ചെയ്യുന്നു, റീനൽ പിരമിഡ് വഴി കാലിക്സിലെത്തി. ഇനി കാലിക്സ് എത്തിയ ശേഷം കണ്ട് നോക്കുക. റീനൽ പാപ്പിലെ വരുന്നു, മൈനർ കാലിക്സ്, മേജർ കാലിക്സ്, റീനൽ പെൽവിസ്. അവിടെ നിന്ന് അങ്ങോട്ട് പോകും, യൂറീത്തറിലേക്ക് പോകും, യൂറിനറി ബ്ലാഡർ, യൂറീത്ര. ഇതാണ് യൂറിനറി ട്രാക്ട്. ഇത്രേ ഉള്ളൂ ഫങ്ഷണൽ അനാട്ടമി ഓഫ് കിഡ്നി. കഴിഞ്ഞു. താങ്ക് യു.